മാപ്രകൾ വളഞ്ഞിരുന്ന് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കുത്തിത്തിരിപ്പ് വാർത്തകൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉടമയായിട്ടുള്ള ആൻഡ്രു അഗസ്റ്റിൻ ഒരു സത്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ ഇങ്ങനെ ശുദ്ധീകരണ ശ്രമം നടത്താനും തിരുത്തൽ നടത്താനും പറ്റിയ പാർട്ടി CPM മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വേറൊരു പാർട്ടിയിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സംസ്ഥാന സമ്മേളനം കൂടിയിട്ട് ഇതുപോലെ ഒരു നയരേഖ മുന്നോട്ട് വെക്കുകയും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വരികയും സംഘടന റിപ്പോർട്ടൊന്നും വേറെ പാർട്ടിയിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഏക പാർട്ടി എന്ന് പറയുന്നത് ഇതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും ഇരുന്ന് വിമർശിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതെ, കേരളത്തിൽ സ്വന്തം സംഘടന നവീകരിക്കാനും സ്വയം വിമർശനം നടത്താനും അതിൽ തിരുത്തൽ വരുത്താനും വരും കാലങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അത് ഒരേ ഒരു സംഘടനയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നൂലിക്കെട്ടി ഇറക്കുന്ന സംഘടനകളാണ്. നേതാവിൻ്റെ പെട്ടിയെടുക്കുന്നവർ, കുടുംബ പാരമ്പര്യം പോലെ അപ്പൻ ചത്താൽ അടുത്തത് മകൻ, ഭർത്താവ് പോയാൽ ഭാര്യ തുടങ്ങിയ രീതിയിൽ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അതിനുവേണ്ടി കൈയടിക്കുന്നവരും അതിനുവേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നവരും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഘടനാ രീതി കണ്ടിട്ടുണ്ടോ? വളഞ്ഞിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു സംഘടന 3 വർഷം കൂടുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു അവലോകനം നടത്തി അതിനെ നയിക്കേണ്ട പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ